ഇവിടെ ഒരു ഇലയനങ്ങുന്നുവെങ്കിൽ, ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ, മരിക്കുന്നുവെങ്കിൽ, ജനിക്കുന്നുവെങ്കിൽ, ഓരോ മനുഷ്യനും ഉപജീവനം നൽകപ്പെടുന്നു എങ്കിൽ ഈ ലോകത്ത് കോടാനുകോടി വരുന്ന മനുഷ്യരുണ്ട്. ഈ ലോകത്ത് അനേകായിരം മനുഷ്യൻ തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ ജന്തുജാലങ്ങളുണ്ട്. നമ്മളിപ്പോഴും നമ്മുടെ കണ്ണിൽ പോലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവികളുണ്ട്. മനുഷ്യൻ വാസയോഗ്യമല്ല എന്ന് കരുതുന്ന മുൾച്ചെടികൾ മാത്രം വളർന്നു നിൽക്കുന്ന, മണൽപ്പരപ്പുകൾ ഇങ്ങനെ അതിരിട്ട് നിൽക്കുന്ന മരുഭൂമികളിൽ ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഉപജീവനം നൽകുന്നുണ്ട്. എല്ലു മരവിച്ചു പോകുന്ന മനുഷ്യരെത്താൻ കഴിയില്ല എന്ന് മനുഷ്യന്മാർ ധരിക്കുന്ന തണുത്തുറച്ച മഹാകൊടുമുടികളിൽ ജന്തുജാലങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കടലിലും കരയിലും ഒക്കെ മനുഷ്യൻ തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ ജന്തുജാലങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആടും മാനും അതുപോലെ തന്നെ കാട്ടുപോത്തും കുളക്കോഴിയും ഹിംസ്ര ജന്തുക്കളും ഒക്കെ അടങ്ങുന്ന നമ്മൾ പരിഹാസത്തോടുകൂടി ഒരു വ്യവസ്ഥയുമില്ല എന്നതിന് ഉദാഹരണമായി കാടൻ നിയമം എന്ന് പറയുന്ന വനാന്തരങ്ങളിൽ പോലും ഒരു ജീവിയും പട്ടിണി കിടന്നു മരിക്കുന്നത് വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഉപജീവനം നൽകപ്പെടുന്നുണ്ട്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഈ ലോകത്തെ മുഴുവൻ ഉടമപ്പെടുത്തുകയും ഈ ലോകത്തെ സർവ്വ ജന്തുജാലങ്ങൾക്കും ആ ശക്തി തന്നെ ഉപജീവനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ തേൻ ശേഖരിക്കാൻ വേണ്ടി 4000-ഓളം പൂക്കളിലേക്ക് പറന്നു ചെല്ലുന്ന തേനീച്ചയും അതേ തേൻ ഒരു ലാഘവത്തോടുകൂടി ഒരു സ്പൂണിലെടുത്ത് വായിലേക്ക് ഇട്ട് നുണഞ്ഞിറക്കുന്ന നമ്മളാകുന്ന മനുഷ്യരും ഒക്കെ അടങ്ങുന്ന ഈ വലിയ ഭൗതിക ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നുണ്ട്. അത് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ആരാണ് ഇതിനൊക്കെ ഉപജീവനം നൽകുന്നത്? ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ ആരാണ് ഈ പറഞ്ഞ ആളുകൾക്ക്, ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കാഴ്ചയെയും കേൾവിയെയും കാഴ്ചകളെയും ഒക്കെ ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, മയ്യിത്തിൽ നിന്ന് ഹയ്യിനെയും, നിർജീവാവസ്ഥയിൽ നിന്ന് ജീവനുള്ളതിനെയും, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ? ആരാണ് ഈ ലോകത്തെ മുഴുവൻ ഉടമപ്പെടുത്തുന്ന, ഈ ലോകത്തിലെ ഓരോ അതിസൂക്ഷ്മ ചലനങ്ങളെയും നിശ്ചലനങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, ആ ശക്തിയെയാണ് അല്ലാഹു എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്.